ഒരിക്കൽ ഒരിടത്ത് കൃഷ്ണപുരം എന്നൊരു രാജ്യമുണ്ടായിരുന്നു. കൃഷ്ണപുരത്തിന്റെ തെക്കേ അതിർത്തിയിൽ കൂടെ രാധാനദി ഒഴുകിയിരുന്നു. നദീതീരത്ത് ഇഷ്ടം പോലെ ഇളംപുല്ലുകൾ വളർന്നു നിന്നിരുന്നു. നദീതീരത്തുള്ള കാട്ടിൽ ഒരുപാട് മൃഗങ്ങളുണ്ടായിരുന്നു. മാൻ, മുയൽ, കടുവ, സിംഹം, അങ്ങനെ ഒരുപാട് മൃഗങ്ങളുണ്ടായിരുന്നു. ഈ കാട്ടിലാണ് സുന്ദരിയായ അമ്മുമുയൽ അവളുടെ അമ്മയുടെ കൂടെ കഴിഞ്ഞിരുന്നത്. അവൾക്ക് ആ കാട്ടിൽ ഒരുപാട് കൂട്ടുകാരുമുണ്ടായിരുന്നു. മറ്റു മുയലുകളെല്ലാം ഓടി ഒളിക്കുമ്പോൾ അമ്മമുയൽ കാട്ടിലൂടെ കറങ്ങി നടന്നു. അപ്പോൾ അവൾ ഒരു മാനെ കണ്ടു. എന്ത് വേഗത്തിലാണെന്നോ മാൻ ഓടുന്നത്. അമ്മമുയൽ മാനിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, "നമസ്കാരം ചേട്ടാ. ചേട്ടൻ എത്ര വേഗത്തിലാണ് ഓടുന്നത്? ഇത്രയും വേഗത്തിൽ ഓടാൻ വേറെ ആർക്കും കഴിയുകയില്ല." മറ്റുള്ളവരുടെ കഴിവുകളെ അഭിനന്ദിക്കണമെന്ന് അമ്മുവിന്റെ അമ്മ അവൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഒരു മാനിനെ അഭിനന്ദിക്കുന്നത്. മാനിന് എത്രയധികം സന്തോഷമായി. അവർ രണ്ടുപേരും കൂട്ടുകാരായി. അമ്മു ചോദിച്ചു, ചേട്ടാ ചേട്ടാ, എന്നെയും ഇങ്ങനെ ഓടാൻ പഠിപ്പിക്കാമോ?" മാൻ പറഞ്ഞു, "അതിനെന്താ, പഠിപ്പിക്കാമല്ലോ." മാൻ അമ്മുവിനെ വേഗത്തിൽ ഓടാൻ പഠിപ്പിച്ചു. മാനിനോട് യാത്ര പറഞ്ഞ് അമ്മുമുയൽ സ്വന്തം മാളത്തിലെത്തി. അപ്പോൾ കൂട്ടുകാർ ചോദിച്ചു, "നീ എവിടെ പോയതാ?" നടന്നതെല്ലാം അമ്മു പറഞ്ഞു. അപ്പോൾ കൂട്ടുകാർ അവളെ കളിയാക്കി. അമ്മു പറഞ്ഞു, "എല്ലാവരിൽ നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ട്." കൂട്ടുകാർ വീണ്ടും കളിയാക്കി. അതൊന്നും കാര്യമാക്കാതെ അമ്മുമുയൽ അടുത്ത ദിവസം യാത്രയായി. ഇത്തവണ കണ്ടുമുട്ടിയതൊരു തവളയെ ആയിരുന്നു. തവള കുളത്തിൽ ചാടിപ്പോയിക്കൊണ്ടിരുന്നു. അമ്മുമുയൽ വിളിച്ചു പറഞ്ഞു, ചങ്ങാതി." തവള കേട്ട ഭാവം പോലും കാണിച്ചില്ല. അമ്മു വീണ്ടും പറഞ്ഞു, "നിങ്ങളെപ്പോലെ ഇത്രയും നല്ല ഒരു അഭ്യാസിയെ ഞാൻ വേറെ കണ്ടിട്ടില്ലാട്ടോ." ഇത് കേട്ടപ്പോൾ തവളയ്ക്ക് വളരെ സന്തോഷമായി. രണ്ടു വലിയ ചാട്ടം ചാടി തവള മുയലിന്റെ അടുത്തെത്തി. തവള തന്റെ വീരകഥകൾ അമ്മുവിനോട് പറഞ്ഞു. പാമ്പുകളെ പറ്റിച്ച് രക്ഷപ്പെട്ട കുറെ കഥകളുണ്ടായിരുന്നു. മുങ്ങാങ്കുഴിയിട്ട് പോയ കഥ, അങ്ങനെ എത്രയെത്ര കഥകളായിരുന്നു. അമ്മു എല്ലാം കേട്ടിരുന്നു. അവസാനം അമ്മു ചോദിച്ചു, "എന്നെയും പഠിപ്പിക്കാമോ?" ഇതെല്ലാം തവള സന്തോഷത്തോടെ സമ്മതിച്ചു. മാളത്തിലേക്ക് പോകും മുമ്പേ അമ്മു നല്ലൊരു ചാട്ടക്കാരിയായി മാറി. അങ്ങനെ ഓരോ ദിവസവും അമ്മു ഓരോ കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു വേടൻ കാട്ടിലെത്തി. ഒരുപാട് മൃഗങ്ങൾ വേടന്റെ കയ്യിൽപ്പെട്ടു. ഒടുവിൽ അയാൾ അമ്മുവും കൂട്ടരും താമസിക്കുന്ന മാളത്തിനടുത്തും എത്തി. മുയലുകൾ പരക്കം പാഞ്ഞോടി. അമ്മു മുയലിനൊരു ഉപായം തോന്നി. അമ്മു മുയൽ വേടന്റെ മുമ്പിൽ ഞൊണ്ടി ഞൊണ്ടി നടന്നു. വേടൻ വിചാരിച്ചു, ഓടാൻ വയ്യാത്ത ഒരു മുയൽ, എത്രയും വേഗം അതിനെ പിടിക്കാം. വേടൻ അടുത്തെത്തിയതും അമ്മു കുതിച്ചു പാഞ്ഞു. വേടനും വാശിയായി. അയാൾ പുറകെ ഓടി. പക്ഷേ മാനിനെ പോലെ ഓടുന്ന അമ്മുവിനെ പിടിക്കാനുണ്ടോ? വേടന് പറ്റുന്നു. ഒടുവിൽ ഓടി ഓടി ആ വലിയ കുളത്തിന്റെ തീരത്തിലെത്തി. വേടന് സന്തോഷമായി. ഇനി മുയൽ ഓടില്ലല്ലോ. അമ്മുവിന്റെ മേലേക്ക് അയാൾ ചാടി വീണു. അമ്മു ആകട്ടെ കുളത്തിലേക്ക് എടുത്തു ചാടി. ആമ്പലിന്റെ മുകളിൽ പോയിരുന്നു. വേടനും പുറകെ ചാടി. അമ്മു ആമ്പൽ ഇലകളിൽ മേൽ ചാടി ചാടി കരയിൽ പോയിരുന്നു. വേടൻ കുളത്തിൽ വെള്ളത്തിൽ വീണു. അമ്മുവിന്റെ കൂട്ടുകാരനായ തവളയും ആ കുളത്തിലെ മീനുകളും ചേർന്ന് വേടനെ കടിച്ച് ശരിയാക്കി. വേടൻ ജീവനും കൊണ്ട് ഓടി. പിന്നീട് ഒരിക്കലും ആ വഴിക്ക് ആ വേടൻ വന്നിട്ടില്ല. എങ്ങനെയുണ്ട് കൂട്ടുകാരെ ഈ കഥകൾ?